നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിപിഎച്ച് ഹോം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ക്യാരറ്റ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോഴും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴും വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോ അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസും വേണമെന്ന് നോക്കാം. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പായസം തയ്യാറാക്കാനായിട്ട് ഒരു ചൂടുകെട്ടുള്ള വാവസ്ഥാരമുള്ള നമുക്ക് നല്ലപോലെ ഇളക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ശേഷം നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണക്കമുന്തിരി ഒരു ബോളിൻ്റെ ഷേപ്പ് ആവുന്നിടം വരെ ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം ഇതൊന്ന് പാത്രത്തിൽ നിന്ന് കോരി മാറ്റി നമുക്കൊന്ന് സൈഡിൽ വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഗ്രേറ്റിൻ്റെ ചെറിയ ഷേപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് സമയം ഇത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് അങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 3 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയാൽ മതിയാവും. ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിക്കാത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല. 2 മുതൽ 3 മിനിറ്റ് സമയം മതി. പെട്ടെന്ന് തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റൊക്കെ വെന്ത് കിട്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചവ്വരി വേവിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചവ്വരി വേവിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇതിന് മുന്നേ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയിലും ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ചവ്വരി വേവിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ചവ്വരി കട്ടകളൊന്നും കൂടാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ചവ്വരി നല്ല സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 150 ഗ്രാമോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത്, മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മധുരത്തിന് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ആ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം നമ്മുടെ ചവരിയിലും ക്യാരറ്റിലൊക്കെ കിട്ടത്തക്ക രീതിയിൽ 1 മുതൽ 2 മിനിറ്റ് സമയം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പായസം ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. ശേഷം ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ഏലക്ക ഒന്ന് ചതച്ച് അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചോ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 12 മുതൽ 15 ബദാം കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കുക. ബദാമിന് പകരം കാഷ്യൂനട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാഷ്യൂനട്ട് നമ്മൾ മുന്തിരിങ്ങ റോസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ചെറിയ ഗോൾഡൻ കളറാവുന്നതിന് വരെ കാഷ്യൂനട്ട് ഒരു 10-12 റോസ്റ്റ് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ലൊരു പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 6 പേർക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.